ഹാൻസ് അക്കാഡമി നമ്മൾ എല്ലാവരും തന്നെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി അപ്ലൈ ചെയ്യാത്തവരെ സംബന്ധിച്ചോളം 25/4/2024 വരെയാണ് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനുള്ള ടൈം. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനായിട്ട് 27/4/2024 വരെ സമയമുണ്ട്. അതിനുശേഷം 28 മുതൽ 30 വരെ നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അതായത് നിങ്ങൾക്ക് തെറ്റുണ്ടെന്നോ തെറ്റില്ലെന്നോ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സമയത്ത് ഒന്ന് കയറി നോക്കും നല്ലതായിരിക്കും. അതിനുശേഷം പലരും സെറ്റ് പാസ് ആയതിനു ശേഷം അവിടെ മിസ്റ്റേക്ക് വന്നു ഇവിടെ മിസ്റ്റേക്ക് വന്നു ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, പേരിലോ ഇനീഷ്യലോ എവിടെയെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ആ ഒരു ടൈം നിങ്ങളൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കയറി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സമയമൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രത്യേകിച്ച് പേപ്പർ 1 വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ലൈവ് സെക്ഷനിലൂടെയൊക്കെ നിങ്ങൾ എങ്ങനെയായാലും പഠിക്കും. അതാണ് നമ്മളുടെ ഒരു കോച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കുത്തിയിരുന്ന് അങ്ങനെ ഒത്തിരി സമയം നോട്ടൊക്കെ നോക്കിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈവ് സെക്ഷനിലൂടെ തന്നെ നമ്മളത് ആ ഏരിയാസ് മുഴുവൻ കവർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അവസാനം എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ലൈവ് സെക്ഷൻ സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈവ് സെക്ഷനിലേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ കോച്ചിങ്ങിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് പേപ്പറിന് വളരെ മികച്ച രീതിയിൽ, അതായത് നിങ്ങൾക്ക് ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും അസൈൻമെൻറ്റ്സുകളും ഓരോ യൂണിറ്റിലെ ഓരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ അസൈൻമെൻറ്റ്സ് നടത്തി ഓരോ വളരെ ഡീപ്പായിട്ട് വളരെ കൃത്യതയോടുകൂടി പഠിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേം പാസ്ചറൈസേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ മിൽമയുടെ പാക്കറ്റ് പാൽ വാങ്ങുമ്പം പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും പാസ്ചറൈസ്ഡ് മിൽക്ക് എന്നുള്ളതല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണെങ്കിലും ഒന്ന് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. അതായത് പാല് കേടുവരാതെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്ന എന്താണ്, 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി അല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസിൽ പാല് പെട്ടെന്ന് ചൂടാക്കും. പെട്ടെന്ന് ചൂടാക്കിയിട്ട് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കും. 15 മുതൽ 30 സെക്കൻഡ്സ് വരെ 70 അല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് കൂളാക്കും, അല്ലെങ്കിൽ ചില്ലിയാന്നൊക്കെ നമ്മൾ പറയും അല്ലേ, പെട്ടെന്ന് തണുപ്പിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിക്കും പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ശരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാലിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ ഇവരിങ്ങനെ ചൂടാക്കുമ്പോഴത്തേന് ഇവരുടെ സെൽസ് എല്ലാം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. അതായത് വീർത്ത് വരും, ബലൂൺ വീർക്കുന്നത് പോലെ വീർത്ത് വരും. പക്ഷേ പെട്ടെന്ന് അങ്ങ് തണുപ്പിക്കുമ്പോൾ ഈ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം ഇവർ പെട്ടെന്ന് വീർത്തിട്ട് പെട്ടെന്ന് ചുരുങ്ങുമ്പോൾ ഇവർ പൊട്ടിപ്പോവും. അപ്പോൾ ശരിക്കും ഇത് ചത്തുപോവുക ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അതിലുള്ള, അതായത് നമ്മളുടെ പാലിൻ്റെ അകത്തുള്ള ആ മൈക്രോ ഓർഗാനിസിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു രീതി പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കണ്ടെത്തിയത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ലൂയി പാസ്റ്ററാണ്. അതും കൂടെ ഓർത്ത് വെക്കുക. അതായത് ലിക്വിഡ് ഫുഡുകൾ ഇങ്ങനെ കേടാവാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഈ ഒരു മാർഗം കണ്ടെത്തിയതാരാണ്? ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ലൂയി പാസ്റ്ററാണ്. അതുകൊണ്ടാണ് ഇതിനെ പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പാലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. നമ്മൾ പാല് മേടിക്കാനോ പാല് കൊടുക്കാനൊക്കെ സൊസൈറ്റിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബ് പോലെ ഒരു സാധനത്തിൻ്റെ അകത്ത് തുള്ളിക്കളിക്കുന്ന ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം പാല് കൊടുക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ കൊഴുപ്പ് കൂട്ടാനായിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർച്ച്, അതായത് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കൊഴുപ്പ് അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളമോ ഒക്കെ ചേർക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലാക്ടോമീറ്റർ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, പാലിൻ്റെ ഗുണനിലവാരം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് മിൽക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മൾ ഈ പറയുന്ന ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഫിഷിൻ്റെ കാര്യത്തിൽ എടുക്കാം. അപ്പോൾ ഫിഷ് എങ്ങനെയാണ് നമുക്കറിയാം, കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ച് കരയിലെത്തുന്നത്. അപ്പോൾ ഈ പിടിച്ച മീനൊക്കെ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുന്നത്? നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് ലാർജ് ഫ്രീസേഴ്സ് അതിനകത്ത് അവൈലബിളാണ്. പക്ഷേ ഇതൊക്കെ ഈ പറയുന്ന ഐസ് ബ്ലോക്സ് ഒക്കെ പെട്ടെന്ന് മെൽട്ടായി പോകത്തില്ലേ?
അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രോസസ്സ് പതുക്കെ ആവാൻ അല്ലെങ്കിൽ തന്നെ മെൽറ്റിംഗ് പതുക്കെ ആവാനും പെട്ടെന്ന് സോൾഡിഫിക്കേഷൻ, അതായത് അത് പെട്ടെന്ന് ഐസായി മാറാനും അതുപോലെ തന്നെ അത് മെൽറ്റ് ചെയ്ത് പോകാതിരിക്കാനും അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നുണ്ട്. അമോണിയം ക്ലോറൈഡ്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഒരു രാസവസ്തു ഏതാണ്? അമോണിയം ക്ലോറൈഡ്. പക്ഷേ അത്ര നല്ല സാധനമൊന്നുമല്ല. നമ്മുടെ ഇൻസ്റ്റൈന് വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഫിഷ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം ആരാണ്? നമ്മുടെ അമോണിയം ക്ലോറൈഡിനെയാണ് ഓർത്ത് വെക്കേണ്ടത്. അതായത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് വേഗം അത് സോൾഡിഫിക്കേഷൻ നടക്കാൻ, ഹനിബിക്കുന്നതിന് വേണ്ടിയിട്ടും താഴ്ന്ന താപനില ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നു. നമ്മൾ വീട്ടിൽ പല പ്രിസർവേറ്റീവ്സും നമ്മളുടെ ഫുഡ് ഐറ്റംസൊക്കെ അഴുക്കായി പോവാതിരിക്കാണ്ട് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ അച്ചാറൊക്കെ ഇടുമ്പോഴും നമ്മൾ എന്തെങ്കിലും ജാമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ പല രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോൾട്ട് സൊല്യൂഷൻ നമ്മൾ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവാണ്. ഷുഗർ സൊല്യൂഷൻ അതെ, ഓയിൽ അതെ, നമ്മൾ അച്ചാറൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ നല്ലെണ്ണയൊക്കെ ഒഴിച്ചിടും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിസർവേറ്റീവാണ്. വിനീഗർ ഒരു പ്രിസർവേറ്റീവാണ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ പ്രിസർവേറ്റീവാണ്. ഇത് കൂടാതെ മറ്റ് നമ്മളുടെ സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസും പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേതാണ് സോഡിയം ബെൻസോയിൽ, അതുപോലെ തന്നെ പൊട്ടാസ്യം സൾഫേറ്റ്, സോർബിക് ആസിഡ്, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ എന്ന് പറയുന്ന BHA, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിഡോ ലൂയിൻ BHD. ഇത്രയും നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ സിന്തറ്റിക് കെമിക്കൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പേരുകൾ ഒന്ന് ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? സോഡിയം ബെൻസോയിറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, സോബിക് ആസിഡ്, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ലൂയിൻ. ഇത്രയുമാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. ഇനി മറ്റൊരു ടേമാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് അഡൾട്രേഷൻ? നമുക്കറിയാം, അതായത് നമ്മളുടെ ആഹാരവസ്തുക്കളിൽ അവയുടെ സദൃശ്യമുള്ളതോ അല്ലെങ്കിൽ വില കുറഞ്ഞതോ അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ കലർത്തുന്നതിനെ അല്ലെങ്കിൽ മായം ചേർക്കുന്ന എന്ന് പറയും നമ്മളല്ലേ. ഇപ്പോൾ പാലിൽ വെള്ളം ചേർക്കുക, കഞ്ഞിവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പം മുളക് പൊടി മേടിക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടികപ്പൊടി ഉണ്ടാവുക, അല്ലെങ്കിൽ കാപ്പിപ്പൊടി മേടിക്കുമ്പോൾ അതിനകത്ത് പുളിങ്കുരു പൊടിച്ച് ചേർക്കുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ അഡൾട്രേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് അഡൾട്രേഷൻ എന്നാണ് ആഡിങ് ടു ഫുഡ് ഐറ്റം cheap and low quality material that resemble food substance resemble ആയിട്ടുള്ള cheap and low quality items ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡൾട്രേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരും ബേക്കറിയിലൊക്കെ സ്ഥിരം പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ബേക്കറിയിൽ നിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്. കാരണം എന്താണ്? പല കളറിൽ ഇങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ വെച്ചേക്കുക, നമ്മൾ അറിയാതെ വാങ്ങിപ്പോവും അല്ലേ. ഈ കളറുകളൊക്കെ ശരിക്കും നല്ല രീതിയിലുള്ള കളറുകളാണോ? ഒരിക്കലും അല്ല. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇതിന് കളറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് അതിനൊരു പെർമിസിബിൾ ലിമിറ്റൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ടോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കെമിക്കൽസ് നമ്മൾ പെർമിസിബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് പറയുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ലിവറിനും കിഡ്നിക്കും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന. ഇനി ആരൊക്കെയാണ് ഈ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? റെഡ് കളറിലെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, അതിനകത്തുള്ളത് ആരാണ്? കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി-4R. അപ്പോൾ ഇതിനകത്ത് ഈ പോൺസി-4Rനെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. കാരണം എന്താ? അവരുടെ ആ ഒരു 4R എന്നുള്ളിടത്ത് റെഡ് ആണെന്ന് ഓർത്ത് വെക്കാം. പക്ഷേ രണ്ടുപേരെ വ്യത്യസ്തമായിട്ട് ഓർത്ത് വെക്കണം, കാർമോയിസിനും എറിത്രോസിനും. ഇനി മഞ്ഞ കിട്ടാൻ അതിൽ ഒരാൾ എളുപ്പമാണ്, സൺസെറ്റ് യെല്ലോയാണ്. വലിയ പാടില്ല അല്ലേ, യെല്ലോ കൂടി തന്നെയാണ്. പക്ഷേ മറ്റേ ആളെ ഓർത്ത് വെക്കണം. ആരാണ്? മറ്റേ ആളാണ് ടാട്രാസിൻ എന്ന് പറയുന്നത്. ടാട്രാസിൻ. ബ്ലൂ കളർ കിട്ടാനായിട്ട് ഇൻഡിഗോ കാമൈൻ. ഇൻഡിഗോ നമുക്ക് ബ്ലൂവിനൂടെ ഓർത്ത് വെക്കാം. ബ്രില്യൻ ബ്ലൂവും, അത് രണ്ടും കുഴപ്പമില്ല. ഇൻഡിഗോ കാമൈനും ബ്രില്യൻ ബ്ലൂവും. ഗ്രീൻ വരുന്നതോ ഫാസ്റ്റ് ഗ്രീൻ ആണ്, അതും ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ റെഡിൻ്റെ 2 മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. റെഡ് കളറിന് കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി-4Rഉം. യെല്ലോ ആണെങ്കിൽ അത് ഏതൊക്കെയായിരുന്നു? ടാട്രാസിനും സൺസെറ്റ് യെല്ലോയും. നീലയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂ കളർ കിട്ടാനാണെങ്കിൽ ഇൻഡിഗോ കാമൈൻ, ബ്രില്യൻ ബ്ലൂ. ഗ്രീൻ ആണെങ്കിൽ ഫാസ്റ്റ് ഗ്രീൻ. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരാളാണ് FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള ഒരു ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ FSSAI. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ഓർത്ത് വെക്കേണ്ട ടേമാണ് അക്മാർക്ക്. അക്മാർക്ക് നമുക്ക് പലർക്കും അറിയാമായിരിക്കും അല്ലേ. എന്താണ്? emblem shows that the quality food substance like grains, fruits, then on a partially processed foodstuffs like vermicelli, then ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്, അതായത് ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും പാർഷ്യലി, അതായത് ഭാഗികമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയത് എന്നുള്ളതിൻ്റെ മുദ്രയാണ് അക്മാർക്ക് എന്ന് പറയുന്നത്.
ഏതൊക്കെയാണ് നമ്മളുടെ ഇതിനകത്ത് വരുന്ന ഫുഡ് സബ്സ്റ്റൻസ് ഓർത്തോണം, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, ദെൻ പാർഷ്യലി പ്രോസസ്ഡ് ഫുഡ് സ്റ്റഫ്. അതായത് ഇതിൻ്റെയൊക്കെയാണ് പ്രധാനമായിട്ടും അക്മാർക്ക് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ കണ്ടുപോകാം. ഈ 2 സൈൻ കണ്ടോ, എംബ്ലം കണ്ടോ, ഇത് റെഡ് ആണെങ്കിൽ അത് നോൺ വെജിറ്റേറിയനെയും, ഗ്രീൻ ആണെങ്കിൽ വെജിറ്റേറിയനെയും. ഓർത്തൂക്കാൻ വലിയ പാടില്ല. കളറ് ഗ്രീൻ ആണെങ്കിൽ വെജിറ്റേറിയൻ, റെഡ് മീറ്റ് റെഡ് ആണല്ലോ അല്ലേ, അപ്പോൾ നോൺ വെജിറ്റേറിയന് റെഡും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ സെറ്റ് എക്സാം പാസ്സാവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.